ഇന്ന് എല്ലാവരും പല ആളുകളും ജ്വല്ലറികളിൽ പൈസ കൊടുക്കും. ജ്വല്ലറികളിൽ മാത്രമല്ല, ടെക്സ്റ്റൈൽസുകളിലോ ഏതെങ്കിലുമൊക്കെ കച്ചവടത്തിലേക്ക് ഞാൻ എൻ്റെ 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയാണ്. 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കുമ്പോൾ എന്താ അയാളുമായിട്ടുള്ള എൻ്റെ ഡിമാൻഡ് എന്താണ്, എൻ്റെ ആവശ്യം എന്താണ്, കണ്ടീഷൻ എന്താണ്? അയാൾ എന്നോട് പറയണേ, ഞാൻ നിങ്ങൾക്ക് മാസം 5000 രൂപ വീതം തരും. നിങ്ങൾ 1 ലക്ഷം ദിർഹം തന്നാൽ ഞാൻ നിങ്ങൾക്ക് മാസാന്ത 5000 രൂപ തരും. അത് ഫിക്സഡ് ആണോ? ആ ഫിക്സഡാ. 5000 രൂപ നിങ്ങൾക്ക് എന്തായാലും തരും. അപ്പൊ കൂടിയാ കൂടുവോ? ഇല്ല. കുറഞ്ഞാ കുറയോ? ഇല്ല. കൂടിയാലും കൂടിയില്ലെങ്കിലും ഒക്കെ പിന്നെ നിങ്ങൾക്ക് ഞാൻ 5000 തരും. അങ്ങനെ നിങ്ങൾക്ക് പറ്റണേ? അത് നമുക്കറിയാം, നമ്മളെ കച്ചവടത്തിൽ അങ്ങനെ വരുള്ളൂ. നമ്മളെ കച്ചവടത്തിൽ ഇന്ന് വരെ അങ്ങനെ ലാഭത്തിലേ പോയിട്ടുള്ളൂ. അവിടെ നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങൾക്ക് 5000 കിട്ടിയാൽ പോരെ? അതെ, 5000 കിട്ടിയാൽ മതി. പിന്നെ നഷ്ടമായാലും ലാഭമായാലും നിങ്ങൾ ആവശ്യമാകുമ്പോൾ ഞാനോട് പറയും, അപ്പം എൻ്റെ ക്യാപിറ്റൽ നിങ്ങൾ തിരിച്ചു തരും വേണം. ശുദ്ധ തനിച്ച ഹറാമായ ഇടപാടാണിത്. ഈ ബിസിനസ് ഒരുപാട് ആൾക്കാർ നടത്തുന്നുണ്ട്. കച്ചവടത്തിലേക്ക് പൈസ കൊടുക്കുക എന്നാ പറയാം. അത് കച്ചവടം അല്ലാതെ രൂപയാണ്. പൈസ കൊടുക്കുക, എന്നിട്ട് ഫിക്സ്ഡ് പിന്നെ ഞാൻ തിരിച്ചു വാങ്ങാം. 1 ലക്ഷം ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് അതുകൊണ്ട് എനിക്കുള്ള ബെനിഫിറ്റ്? എന്തൊക്കെയാണ്? എനിക്ക് മാസാന്തം ഫിക്സ്ഡ് എമൗണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ആവശ്യമാകുമ്പോൾ 1 മാസം മുമ്പ് ഞാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 മാസം മുമ്പ് പറഞ്ഞാൽ മതി. ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ലാഭമായോ നഷ്ടമായോ എന്നൊന്നും ഞാൻ അറിയില്ല, എനിക്കത് ഫുള്ള് തിരിച്ചു കിട്ടും ചെയ്യും. ശുദ്ധമായ പലിശയാണ്, തനിച്ച ഹറാമാണ്. ആരെങ്കിലും അത്ര ഇടപാടിലുണ്ടെങ്കിൽ വേഗം അതിൽ നിന്ന് വിരമിക്കലാണ് നല്ലത്. ഇനി അതേപോലെ തന്നെ പൊന്ന് ജ്വല്ലറികളിൽ കൊണ്ടുപോയിട്ട് ആളുകൾ കാശ് കൊടുക്കും. ജ്വല്ലറികൾ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാണ്? ഞാൻ ഇപ്പോൾ 10 ലക്ഷം രൂപ ജ്വല്ലറി കൊടുക്കുകയാണ്. എന്താ എന്നോടുള്ള കരാർ എന്താണ്? നിങ്ങൾക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ചിലപ്പോൾ 10 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 20 വയസ്സാകുമ്പോൾ മോളെ കല്യാണം. അപ്പോൾ എനിക്ക് അന്ന് പൊന്നെടുക്കുമ്പോൾ ഒരുപാട് വിലയാവും. അപ്പോൾ ഇന്ന് ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ 10 ലക്ഷത്തിന് 10 പവൻ കിട്ടും. ഇന്നിപ്പോൾ അവിടേക്ക് എത്താൻ പോവുകയാണല്ലോ, അള്ളാഹ് ആക്കട്ടെ. എന്തായാലും അവിടേക്ക് എത്താൻ പോവുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ 10 ലക്ഷം. അപ്പോൾ എൻ്റെ ഡിമാൻഡ് എന്താണ്? 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ 1.5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോഴും നിങ്ങൾ തരുമ്പോൾ എന്ത് ചെയ്യണം? ഇതേ പൊന്നിൻ്റെ ഈ ഇന്നത്തെ റേറ്റിന് അന്ന് തരണം. ഒരു ഡിമാൻഡ് അങ്ങനെ ഉണ്ട്. ഞാൻ തരും, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ജ്വല്ലറിക്കാർ വരെ ആയിക്കോട്ടെ. അങ്ങനെ എന്താ അതിൻ്റെ പൊരുളൊന്നും നമുക്കറിയില്ല. അത് ആ ബിസിനസ് ചെയ്യുന്നവരോടൊന്ന് ചോദിച്ചു നോക്കണം, എന്താ കയ്യിലുള്ള ബെനിഫിറ്റ് നമുക്കറിയില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ. ഈ സ്വർണം 6 വസ്തുക്കൾ കൃത്യമായ പലിശയുടെ ഇനങ്ങളായിട്ട് എണ്ണിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല്. ഒന്ന് സ്വർണ്ണാണ്, ഒന്ന് വെള്ളിയാണ്, മറ്റൊന്ന് ഗോതമ്പാണ്, മറ്റൊന്ന് ബാർലിയാണ്, അതുപോലെ തന്നെ കാരക്കയാണ്, മറ്റൊന്ന് ഉപ്പാണ്. ഈ 4 ഞാൻ ഒഴിവാക്കുകയാണ്. ഈ ഇടപാടൊന്നും ഇപ്പോൾ നമ്മൾ സാധാരണ നടത്താറില്ല. ഗോതമ്പത്തിന് പകരം ഗോതമ്പം വാങ്ങുക, അരിക്ക് പകരം അരി വാങ്ങുക, ഉപ്പിന് പകരം ഉപ്പ് വാങ്ങുക. അതൊക്കെ പണ്ട് നമ്മൾ വേലിയുടെ ഭാഗത്തും അതിൻ്റെ ഭാഗത്തും പോയിന്നിട്ട് കതീസുട്ടിയെ ഒരു കല്ല് ഒരു ചിരട്ടക്കപ്പിൽ ഇത്തിരി ഉപ്പുതാ, നാളെ ഞാൻ അങ്ങോട്ട് തരാം, ആ കാലമൊക്കെ പോയി. ഇന്നിപ്പോൾ ഇടപാടുകളൊക്കെ വളരെ AI-വൽക്കരിച്ചു. ഏറ്റവും വലിയ ടെക്നോളജിയുടെ കാലത്ത് ഇന്നിപ്പോൾ ഉപ്പിൻ്റെയും ബാർലിയുടെയും കഥ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് സമയം കളയേണ്ടതില്ല. നമുക്കിന്ന് പൊന്നിൻ്റെ കഥ തന്നെ പറയേണ്ടത്. പൊന്നെന്താ ചെയ്യുന്നത്? പൊന്നിന് ഇസ്ലാമിന്റെ നിയമമാണ്. പൊന്ന് കച്ചവടം നടക്കുകയാണെങ്കിൽ പൊന്നും തമ്മിലാണോ ഇടപാട്? അത് ദഹബു ബിൽ ദഹബി യദൻ ബി യദിൻ സവാഅൻ ബി സവാ എന്നാണ് പച്ചയായ ഹദീസിൽ പറഞ്ഞതാ. ഇനി ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ പറയണെന്തിനാ അറിയോ? നമ്മളിത് പറഞ്ഞതിന് ഒരു ലേഡിയാണ്, പിന്നെ അതിൻ്റെ വയസ്സൊന്നും ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. എൻ്റെ അടുത്തുണ്ട്. ഇവരൊക്കെ എവിടെ നിന്ന് നീറ്റ് വരിക? ഇവരൊക്കെ പുറേ ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ കെട്ടിച്ചത് എങ്ങനെ? പണ്ട് നമ്മളെ പൊന്നാൻ കൊടുത്തിട്ട് ജ്വല്ലറിയിൽ നിന്നാണ് കൊടുത്തിട്ട് സമയമാകുമ്പോൾ നമുക്ക് അളവിലുള്ള പൊന്നിട്ട് തന്നിട്ടല്ലേ? അപ്പം തന്നെയാണ് കൊടുക്കുമ്പോൾ തന്നെ പൊന്നിട്ട് കിട്ടിയിട്ടൊന്നുമല്ലോ. ഇവരിപ്പോൾ കുറേ ഒരേമാരെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ. ആയിക്കോട്ടെ, അപ്പോൾ അതാ പറയുന്നത്. അങ്ങനെ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അദ്ദഹബു ബിൽ ദഹബി, സ്വർണ്ണത്തിന് പകരം കൊടുക്കണോ? 3 നിബന്ധന അവിടെ ഉണ്ട്. ഒന്ന് മുമാസലത്തുണ്ട് എന്ന് പറഞ്ഞാൽ, മുമാസലത്ത് എന്ന് പറഞ്ഞാൽ പൊന്ന് കൊടുക്കുന്നോ പൊന്നും തമ്മിൽ കൈമാറുമ്പോൾ തുല്യ അളവിലായിരിക്കണം എന്ന്. തൂക്കം വ്യത്യാസം ഉണ്ടാകാൻ പറ്റൂല. അതേപോലെ തന്നെ എന്ത് വേണം? അവിടെ കബുള് വേണം. കബുള് അപ്പം തന്നെ അവിടുന്ന് സരസ്ന്ന് പിരീണിന്റെ മുമ്പ് തന്നെ ആ ഇടപാട് തീരണം എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് കൈമാറ്റാണ് പൂർത്തിയാവണം. അതായത് ഇപ്പൊ കൊടുത്തിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണ്ണം വാങ്ങലല്ല. ഇപ്പൊ കൊടുക്കുക, 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണ്ണം വാങ്ങുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പൊന്ന് കൈപ്പറ്റിയ പൈസ ഞാൻ പിന്നെ തരാം. അങ്ങനെയുണ്ട്. പാവങ്ങൾ അങ്ങനെയാണോ? പാവങ്ങൾക്ക് ഹൈർ കിട്ടണം എല്ലാം ഇവർ മുടക്കുന്നതാണ് പറയുന്നത്. ആ വയസ്സിനും കൂടി അതുണ്ട്. അപ്പൊ കല്യാണത്തിന് ജ്വല്ലറിക്കാർ പൊന്ന് കടം കൊടുക്കും. അങ്ങനെ പൊന്ന് 10 പവൻ വാങ്ങി ഉണ്ടാവുമ്പോൾ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കുക. അതും പറ്റൂല എന്നാ അവർ ഈ പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇസ്ലാമിനോട് ചോദിക്ക്, എന്താ അതിന്റെ ഹിക്മത്ത്? അള്ളാഹു ആലം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ് ഈ നിയമമുണ്ട്. എന്ത്? അവിടുന്ന് കൈമാറ്റം ചെയ്യണം. അതേപോലെ തന്നെ അത് റൊക്കമായിരിക്കണം. അതിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവധി നിശ്ചയിക്കുന്ന പരിപാടി ഈ വിഷയത്തിൽ ഇല്ല. ആ 3 നിയമങ്ങളും ഈ വിഷയത്തിലുണ്ട്. അപ്പൊ അവധി പാടില്ല. പിന്നെ എന്താവണം? പിന്നെ ഈ തുല്യമായിരിക്കണം. ഏത് സ്വർണവും കൂടി പറയുമ്പോഴാട്ടോ, സ്വർണ്ണം വെള്ളിയും കൂടിയുള്ള ഇടപാടിൽ തുല്യമാക്കാൻ പറ്റൂല. അവിടെ ആ നിയമം മാത്രം പോകും. 2 നിയമങ്ങൾ ബാക്കിയാകും. എന്ത്? അവധി പാടില്ല എന്നുള്ളതും സദസ്സ് പിരിയുന്നതിന്റെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തു കൈമാറണം എന്നുള്ള 2 ഉപാധിയും സ്വർണവും വെള്ളിയും തമ്മിൽ കരാർ നടക്കുന്നിടത്തുണ്ട്. അതേ അവസരത്തിൽ സ്വർണവും വെള്ളിയാണോ കച്ചവടം നടക്കുന്നത് എങ്കിൽ 3 ഉപാധിയുണ്ട്. അതിപ്പോൾ എങ്ങനെ നമ്മളെ ബാധിക്കല്? നമ്മളെ ലോണം ബാധിക്കുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ പരിപാടി എന്താണ്? പഴയ പൊന്ന് കൊണ്ടുപോയിട്ട് ജ്വല്ലറി കൊടുത്തിട്ട് പുതിയ പൊന്നു വാങ്ങും. പഴയ പൊന്ന് കൊടുത്തിട്ട് പുതിയ പൊന്ന് വാങ്ങുക. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പഴയ 10 പവനാണോ കൊടുത്തത്? എന്നാൽ പുതിയ 10 പവനാണ് കിട്ടുമോ? എന്നാൽ കുഴപ്പമില്ല. അതിപ്പോൾ എങ്ങനെ കിട്ടുക? നിങ്ങൾക്ക് എന്താ തലക്ക് സുഖല്ലേ? എന്നാ വേണ്ട. എന്നാൽ പിന്നെ അതിനുള്ള വഴി എന്താ ഇസ്ലാം പറഞ്ഞത്? നിങ്ങളെ 10 പവൻ ജ്വല്ലറിയിലാണ് കൊടുക്കുക. തൂക്ക് എന്ന് പറയാം. സെയിൽസ്മാൻ തൂക്കട്ടെ. തൂക്കിയിട്ട് ഇങ്ങനെ റേറ്റ് കണക്കാക്കി എത്ര അതിന്റെ സംഖ്യ, എത്ര കാശാണ്, ആ കാശിന് വാങ്ങുക.
ആ കാശിന് വാങ്ങി കൈപ്പറ്റിയിട്ട് പറയാ ഇനി എനിക്ക് ആ ചെയിൻ വേണം, ഈ വള വേണം, ഈ കമ്മൽ വേണം, അതാണ് വാങ്ങിക്കോ, തൂക്കിക്കോ, വിലന് കൊടുത്തോ, ഒരു പ്രശ്നമല്ല. എന്താ അത് ചെയ്യാനൊരു മടി? എന്താ അത് ചെയ്യാനൊരു പ്രയാസം? അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ പൊന്നും പുതിയ പൊന്നും കൂടി വാങ്ങുന്ന ഇടപാട് നല്ലോണം നടക്കുന്നുണ്ട്. അത് പൊന്നും തമ്മിൽ കൈമാറുകയാണെങ്കിൽ ഈ നിയമമൊക്കെ ബാധകമാവും. അതല്ലയോ നിങ്ങൾ പഴയ പൊന്ന് കൊടുത്തിട്ട് അതിന്റെ വില കൈപ്പറ്റി, അത് ബില്ല് എഴുതിയിട്ട് വെച്ചാൽ പോരാ. അത് ബില്ല് എഴുതി വെച്ചാൽ പോരാൻ പണ്ഡിതന്മാരോട് പറയേണ്ടത്. ബില്ല് എഴുതിയോണ്ട് കാര്യമില്ല. നിങ്ങൾ പൈസ വാങ്ങിക്കോ, പൈസ വാങ്ങിയിട്ട് ഇനി അടുത്തത് പുതിയ പൊന്നെടുക്കുക, അതിന്റെ വില. അങ്ങനെയുള്ള ഇടപാടാണ് അതിൽ നടത്തേണ്ടത്. സ്വർണ്ണക്കുറികളിൽ നിന്ന് ജ്വല്ലറികൾ നടത്തുന്ന അധിക സ്വർണ്ണക്കുറികളിലും നമ്മളെ പെങ്ങന്മാര്, പെണ്ണുങ്ങള്, ഭാര്യമാര്, എല്ലാ സഹോദരിമാരും ഇന്ന് അതിൽ കൂടിയിരിക്കുകയാണ്. ഒക്കെ പ്രശ്നം എന്താണ്? ഇസ്ലാം നിശ്ചയിച്ച ആ കച്ചവടം ഹലാലാകണമെങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള 3 നിബന്ധനകളും ഇവിടെ പൊളിച്ചു കളയണം. 3 നിബന്ധനയും പൊളിച്ചു കളയണം. കൈമാറ്റം നടക്കുന്നില്ല, അപ്പളക്കപ്പള കൈമാറുന്നില്ല. പിന്നെ അവർ നിശ്ചയിക്കുകയാണ്, ഒന്നുകിൽ ആദ്യം പൊന്ന് കൈപ്പറ്റും, പണം പിന്നെ കൊടുക്കും, അല്ലെങ്കിൽ ആദ്യം പണം ഡെപ്പോസിറ്റും, പൊന്ന് പിന്നീട് കൈപ്പറ്റും. ഈ രീതിയിലൊന്നും ആ മേഖലയിൽ പാടില്ല. അത് ഇസ്ലാമിന്റെ കൃത്യമായ നിയമമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു ഇടപാടാണ് ഇതിപ്പോൾ പൊന്നിന്റെ കാര്യം. ഇതാണ് ഇപ്പോൾ നാട്ടുനടപ്പായിട്ട് അധികം നടക്കുന്ന സംഗതി. ഇനി കടപ്പലിശ, റിബൽ ഖർദ് എന്നാണ് അതിന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള സാങ്കേതികമായ പ്രയോഗം. അത് കടപ്പലിശ. ഈ കടപ്പലിശ എന്ന് പറയുമ്പോൾ കടം കൊടുക്കുമ്പോൾ അതിൽ നേർക്കുനേരെ കൃത്യമായിട്ട് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. 1 ലക്ഷം റുപ്യ ഞാൻ തരുന്നു, അടുത്ത 1-ാം തീയതി എനിക്ക് തിരിച്ചു വരുമ്പോൾ 1.25 തരണം, പലിശയാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ആയിരിക്കില്ല. അതേ അവസരത്തിൽ ഇടപാട് ഞാൻ നടത്തി, ആ ഇടപാടിന്റെ പേരിൽ ഞാൻ വല്ല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുല്ലു മൻഫഅത്തിൻ, കുല്ലു ഖർദിൻ, ഏത് കടമിടപാടാവട്ടെ, കടം കൊടുത്ത വ്യക്തി തന്നിൽ നിന്ന് കടം സ്വീകരിച്ച ആളോട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മൻഫഅത്ത് അയാൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഫഹുവ റിബ, അതും പലിശയാണ്. അപ്പൊ എനിക്കൊരു 5 ലക്ഷം റുപ്യ കടം കിട്ടണം. ഞങ്ങളോട് വന്ന് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ എനിക്ക് തരുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട്, നിങ്ങളാണെങ്കിൽ 2 മാസത്തിന് ലീവിന് നാട്ടിൽ വന്നിക്കുക, നിങ്ങൾ ലീവിന് നാട്ടിൽ വന്നിക്കണം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇത് റെൻ്റേ കാർ എടുക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 മാസങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ എൻ്റെ കാർ അല്ലെങ്കിൽ എൻ്റെ ഇന്നോവ നിങ്ങൾ കുടുംബസമേതം അടിച്ച് പൊളിച്ചോളിന്ന്, നിങ്ങൾ എനിക്ക് വാടകയൊന്നും തരണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 5 ലക്ഷം റുപ്യ എനിക്ക് കടം തന്നാൽ മതി, പൈസ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇന്നോവ വിട്ട് തന്നാൽ നിങ്ങൾ അതിൽ കയറിപ്പോവും ചെയ്യുമല്ലോ. ശുദ്ധമായ പലിശയാണ്. ഈ ഇടപാട് എത്ര ആൾക്കാർ നടത്തുന്നുണ്ട്? എത്രയോ പേര് നടത്തുന്നുണ്ട്. എന്താ പിന്നെ ഒരു പ്രശ്നം? അപ്പം ഞാൻ 5 ലക്ഷം കൊടുത്തതിന് ഞാൻ ആ കൊടുത്ത ആളെടുത്തുനിന്ന് ആനുകൂല്യം ഞാൻ പറ്റി. അത് വാഹനത്തിന് മാത്രം ബാധകമല്ല, സാധാരണഗതിയിൽ നടക്കുന്നുണ്ട് ബിൽഡിങ്ങുകളിന്മേൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ അടുത്ത് വായ്പ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വായ്പ തിരിച്ചു തരും, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താണ്, എൻ്റെ ഒരു വീടുണ്ട്, ഇത് ഉപയോഗിച്ചോ, വാടകയൊന്നും തരണ്ട, വീട് ഉപയോഗിച്ചോ, ഞാൻ ആ പൈസ തരുമ്പോൾ ഒഴിഞ്ഞു തന്നാൽ മതി. പലിശയാണ്. ഇത് ചില ജില്ലകളിൽ നിർമ്മാണം നടക്കുന്നു, മറ്റു ചില ജില്ലകളിൽ വേറെ ചില രൂപങ്ങളിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാ ഇടങ്ങളിലും സംഗതി നടക്കുന്നുണ്ട്, പലിശയാണ്. ഇതാ കാരണം, ഇത് കടമിടപാടാണിത്. കടമിടപാടിൽ ഞാൻ കടം എന്നിൽ നിന്ന് സ്വീകരിച്ച വ്യക്തിയോട് ആനുകൂല്യം പറ്റുന്നു. അതുകൊണ്ടാണ് ഫുഖഹാ അവിടെ കൃത്യമായ ഒരു അസ്ല് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിരുന്നു. കുല്ലു ഖർദിൻ, ഏത് വായ്പയായാലും വായ്പ വാങ്ങിയ ആളോട് ആനുകൂല്യങ്ങൾ വല്ലതും കൊടുത്തവൻ പറ്റുന്നുവെങ്കിൽ ഫഹുവ റിബ, അത് പലിശയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഓർത്ത് നോട്ട് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്, പിന്നെ കച്ചവടമാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കച്ചവടമാകണമെങ്കിൽ ലാഭനഷ്ടത്തിൽ നമ്മൾ തുല്യ പങ്കാളികളാവണം. അതായത് ലാഭത്തിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കുക. എനിക്കിപ്പോൾ ഒരാളുടെ കയ്യിൽ 1 ലക്ഷം റുപ്യ കൊടുക്കുക, അങ്ങനെ ഞാൻ അതിൽ ശരിക്കത്ത് ഞാൻ കൂറുകാരനാകുമ്പോൾ പിന്നെ എനിക്ക് നിശ്ചയിക്കുക, അയാൾക്ക് ഞാനാണ് പൈസ മുടക്കുന്നത്, അയാൾക്ക് കച്ചവടം നടത്താനേ അറിയുള്ളൂ. അയാൾ വെറും പണിയാണ്, എൻ്റെതാണ് പണം, അങ്ങനെ മനസ്സിലാക്കിക്കോളി. ഞാൻ പണം കൊടുത്തു, അയാൾ പണിയാണ് ചെയ്യുന്നത്, അയാളുടെ അധ്വാനം എഫർട്ട് എന്താണ്, അയാളുടെ പണിയാണ്, അയാൾക്ക് പണം ചെലവില്ല. അപ്പം ഞാനും അയാളോട്ട് എങ്ങനെയായിരിക്കണം കണ്ടീഷൻ? എനിക്ക് പറയാം, 1 ലക്ഷം റുപ്യ നിങ്ങളിത് കച്ചവടം നടത്തിക്കോളി. അപ്പം അയാളോട് എനിക്ക് എന്ത് പറയാം, ലാഭവിഹിതത്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് 10% തരണം, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് 10% തരാം, വേണമെങ്കിൽ 90% നിങ്ങൾ എടുത്തോളി. കാരണം അയാൾക്ക് എന്താണ്, അയാൾ അധ്വാനിക്കണമല്ലോ, ഞാൻ അധ്വാനിക്കുന്നുള്ളൂ, ഞാൻ പൈസയും കൊടുത്ത് ഞാൻ കയറിപ്പോയാണ്, പിന്നെ അതിൻ്റെ എല്ലാവരും വരായിക അയാൾ അനുഭവിക്കുന്നത്. അപ്പോൾ അയാൾ അധ്വാനിക്കുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യാം, അയാൾ കൂടുതൽ ശതമാനം എടുത്തോട്ടെ. അതേ അവസരത്തിൽ നിങ്ങളും ഇത്ര ശതമാനം എടുത്തോളി. പിന്നെ അതിൻ്റെ പുറമുണ്ട് അതിലെ ചില കള്ളക്കടത്ത് അതിൻ്റെ അടിയിൽ നടക്കാറുണ്ട്. അതെന്താണ്, ഈ കച്ചവടം നടത്തുന്ന ആളെന്ത് ചെയ്യും, ശമ്പളം എന്ന് പറഞ്ഞിട്ട് അയാളൊരു വിഹിതം വേറെ എടുക്കും. അത് പാടില്ലാത്തതാണ്, ആ ഇടപാട് പാടില്ല. ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്ത് അയാൾക്ക് അതിൽ പൈസ ഒന്നുമില്ല, എൻ്റെതാണ് പണം മുഴുവനും, അയാൾ നടത്തിപ്പുകാരൻ മാത്രമാണെങ്കിൽ ലാഭവിഹിതത്തിലെ ശതമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ നിശ്ചയിക്കാമെന്നുള്ളതല്ലാതെ അയാൾക്ക് അതിൻ്റെയും പുറമെ ഞാനാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനതിൽ നിന്നൊരു സാലറി പ്രത്യേകം എടുക്കുക എന്നുള്ള രീതി ഈ ഇടപാടിൽ അനുവദിക്കപ്പെട്ടതല്ല. അപ്പോൾ പിന്നെ എന്തിനാ പഴയത് നടത്തണമെന്നല്ലേ പിന്നെ അടുത്ത ചോദ്യം വരിക, പിന്നെ എന്തിനാ അടവ് നടത്തണം? അതിനാണ് ഞാൻ പറഞ്ഞത്,
അതിനാ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആദ്യം തന്നെ കരാറിൽ എന്ത് ചെയ്തോ, ശതമാനത്തിൽ വ്യത്യാസം വരുത്തിക്കോ. നിങ്ങളാണ് പൈസ കൊടുത്തത്, നിങ്ങൾ 10% വാങ്ങിക്കോ. ഞാനൊരു ഉദാഹരണം പറയുന്നത്, നിങ്ങൾ 10% ലാഭവും 90% നിങ്ങൾ എടുത്തോളി. എന്താ ആൾക്ക് നഷ്ടം വരാനുള്ളത്? അപ്പം അതാണ് അതിലെ ആ വിധത്തിൽ അനുവദിക്കപ്പെടുന്ന രീതി. അപ്പം അതുകൊണ്ട് ആ കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആണ് മറ്റൊരു വിഷയം നമ്മൾ പഠിക്കേണ്ടത്. ഇൻസ്റ്റാൾമെന്റ്, തഖ്സീത്ത് എന്ന അറബിയിൽ പറയുന്ന മറ്റൊരു ഇടപാടുണ്ട്, ഇൻസ്റ്റാൾമെന്റ് ഇന്ന് പിന്നെ IMI ഇടപാടുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വാഹന ബിസിനസ് മേഖലയിലൊക്കെ IMI ധാരാളമായി നടക്കുന്നത് ഇൻസ്റ്റാൾമെന്റിന്റെ. അതിൽ അനുവദിക്കപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ഒരൊറ്റ രീതിയാണ്. അതായത് എനിക്കൊരു വാഹനം വേണം, ഞാൻ കമ്പനിയുടെ ഷോറൂമിൽ പോയിട്ട് ഞാനും അയാളുമായിട്ടാണ് ഇടപാട്. അയാളുടെ ഷോറൂമിലുള്ള കാർ എനിക്ക് വാങ്ങണം, 5 ലക്ഷം റുപ്യ 10 ലക്ഷം റുപ്യാണ്, ഞാനത് വാങ്ങുന്നു, അയാൾ എനിക്ക് തരികയാണ്. അയാൾ നിശ്ചയിക്കുകയാണ്, ഇപ്പം റൊക്കമാണെങ്കിൽ 10 ലക്ഷത്തിന് നിങ്ങൾക്കത് വാങ്ങാം, അതല്ല ഒരു 5 കൊല്ലം കൊണ്ട് നിങ്ങൾ അടവാണോ എങ്കിൽ മാസാന്തം നിങ്ങൾ ഇത്ര അടച്ച് ഞാനിപ്പോൾ അതിന് 15 നിശ്ചയിക്കണം, 10 ഉള്ള കാറിന് 15 ലക്ഷം ഞാൻ നിശ്ചയിക്കണം. അത് അയാൾക്ക് അധികാരമുണ്ട്. അവിടെ വെച്ചിട്ടുള്ള കച്ചവടത്തിന്റെ ഇടപാടാണത്. 10 ലക്ഷം റുപ്യ വിലയുള്ള ഒരു സംഗതി റൊക്കം കൊടുക്കുകയാണെങ്കിൽ ഒരു വിലയും, അവധിക്ക് കുറേ നീട്ടിയിട്ടാണ് അടവിനാണെങ്കിൽ വേറൊരു വിലയും നിശ്ചയിക്കാൻ ആ സ്വത്തിന്റെ ഉടമയ്ക്ക് അധികാരമുണ്ട്. അവിടെ അയാൾ ചെയ്തോട്ടെ, ഞാൻ ഈ സമ്മതാണെങ്കിൽ വാങ്ങിയാൽ മതി, അതിൽ പലിശയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ കൊടുക്കുക, ഞാനുമായിട്ടാണ് ആ ഡീൽ നടക്കുന്നതെങ്കിൽ എനിക്കെന്ത് ചെയ്യാം, അങ്ങനെ അടവിനെ കൃത്യമായിട്ട് എനിക്കത് എടുക്കാം. പക്ഷെ അവിടെ 2 കണ്ടീഷൻ ഉണ്ട്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മൂന്നാം കക്ഷി അതിൽ ഇടപെടാൻ പാടില്ല. മാത്രമല്ല, ഇയാളോട് നമ്മളുടെ കടമ എന്താണ്, കൃത്യസമയത്ത് നമ്മൾ അടക്കും. അടച്ചില്ലെങ്കിലോ ഫൈൻ കൊടുക്കാനൊന്നും പറ്റൂല. അടച്ചില്ലെങ്കിൽ ഫൈനൊന്നുമില്ല. അടച്ചില്ലെങ്കിൽ കടത്തിന്റെ സംഖ്യ കൂടാനും പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഈ ഇൻസ്റ്റാൾമെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടവ് തെറ്റിയാൽ ഫൈന് പാടില്ല, അടവ് തെറ്റിയാൽ സംഖ്യ അധികമാവാനും പാടില്ല. ഫൈന് എന്നുള്ള പേരിലല്ലാതെ സംഖ്യ അധികരിപ്പിക്കാനും പാടില്ല. പിന്നെ ആരാപ്പതിന് നിൽക്കുക, പിന്നെ എങ്ങനെ ഇയാളെ എത്തുന്നത് വസൂലാക്കുക? ഇയാൾ അടവ് തെറ്റിയാലോ, അടവ് തെറ്റിച്ച് മുങ്ങിയാൽ എന്താ ചെയ്യുക? ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷോറൂം മുന്നോട്ട് പോകില്ല. വിവരം കെട്ട വർത്താനങ്ങളെ മൊലൈമാർ പറയുന്നത്. അതിനാണ് എന്ത് പറയുന്നത്, അതിനാണ് ഈട് വാങ്ങിയേക്കുക എന്ന് പറയും. ഈട് വാങ്ങും. ഞാനൊരു കാറിന്റെ ഓണർ, ഷോറൂമിന്റെ ഓണർ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് ഈ രൂപത്തിൽ വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു തിരിച്ചു തരാനുള്ള തൗഫീഖുള്ള ഒരാളാണോ എന്നുള്ളൊരു പരിശോധന എനിക്ക് നടത്തുന്നത് ഇസ്ലാമിൽ ഹറാമൊന്നും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇത് എങ്ങനെ തിരിച്ചടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇവിടെ ബാങ്കിൽ ഏത് അക്കൗണ്ട്, നിങ്ങളെ ബാങ്ക് ബാലൻസ് കാണിക്കും. എനിക്കും ആ ബാങ്കുമായിട്ട് നിങ്ങളെ സമ്മതത്തോടു കൂടെ എനിക്കൊരു ഡീൽ ഉറപ്പിക്കാം. എന്ത്, മാസാമാസം ഇയാൾക്ക് ഇൻകം നിങ്ങളുടെ ബാങ്കിൽ വരുമ്പോൾ ഉടനെ തന്നെ എനിക്കുള്ള അടവ് എൻ്റെ കമ്പനിയിലേക്ക് നിങ്ങൾ അയച്ചു തരണമെന്ന് ബാങ്കുമായിട്ട് ഈ കസ്റ്റമറുടെ അനുവാദത്തോടു കൂടി ഒരു ഡീൽ നമുക്കുണ്ടാക്കാം. അങ്ങനെ ചെയ്യാം. ആ രൂപത്തിലൊക്കെ അത് വാങ്ങാനുള്ള ഈടോ ആ രൂപത്തിലുള്ള പണയ വസ്തുക്കളോ ഒക്കെ നമുക്ക് സ്വീകരിക്കാം. അതല്ലാതെ കണ്ട് അടവ് തെറ്റിയാൽ പിന്നെ ഇരട്ടിക്കറ്റിയാവും, അതൊക്കെ പലിശയാവും. മൂന്നാം കക്ഷി, ഇതിപ്പോൾ 2 ആൾ മാത്രമാകുമ്പോഴുള്ള ഇടപാടിലാണ് ഞാൻ പറയുന്നത്. ഇനി മൂന്നാം കക്ഷി ഉണ്ട്, മൂന്നാം കക്ഷിയും കൂടെ ഉണ്ടെങ്കിലോ സംഗതി ആകെ കുളവും. മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കൊരു കാറ് വേണം, ഞാൻ ഷോറൂമിൽ പോയി, എൻ്റെ അടുത്താണെങ്കിൽ റൊക്കം കാശിനത് എടുക്കാനില്ല. അപ്പോൾ ഒരു മൂന്നാം കക്ഷിന് ഇടപെട്ടിട്ട് പറയും, ഞങ്ങൾ ഇടക്കാം പൈസ, 10 ലക്ഷത്തിൻ്റെ കാറല്ല കൊണ്ട് 10 ലക്ഷം ഞങ്ങൾ തരാം, പക്ഷേ എന്തുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചടക്കുമ്പോൾ 15 അടക്കണം. ഇത് നമ്മൾ ഷോറൂമിൻ്റെ ആളായിട്ടല്ല കരാറ്. അവിടെ രണ്ട് കണ്ടീഷനുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, ഷോറൂമിൻ്റെ ഉടമ കാറിൻ്റെ ഉടമയുമായിട്ടൊരു ഡീലിൽ നമ്മൾ ഒപ്പിടുന്നുണ്ട്. നമുക്ക് ഫൈനാൻഷ്യലായി കടം തന്ന ആളോട് നമ്മളൊരു ഡീലിൽ ഒപ്പിടുന്നുണ്ട്. ഈ കടം തന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കടത്തിന് പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടപ്പലിശ അവിടെ വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫൈനാൻസ് ഒരാൾ ഇറക്കുന്നു, മറ്റേത് കാറിൻ്റെ ആൾ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനത്തെ തഖ്സീത്ത്, അങ്ങനത്തെ രൂപത്തിലുള്ള ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ അതും നമുക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് അനുവദനീയല്ലേ ഒരു ചോദ്യം ചോദിച്ചാൽ മൊത്തത്തിൽ അനുവദനീയാണ് എന്ന് കേട്ട പാട് പിന്നെ എല്ലാവരും കൂടി ഇനി വാഹനമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇൻസ്റ്റാൾമെന്റിന് എടുക്കാൻ പോകണ്ട. ഇപ്പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കാൻ കഴിയുമെങ്കിലാണ് ആ വിഷയത്തിൽ നമ്മൾ ആ രീതിക്ക് തയ്യാറാവേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് സഹോദരങ്ങളെ. പിന്നെ ജ്വല്ലറിക്കാർ പണിക്കൂലി ഒഴിവാക്കി തരാമെന്ന് പറയുന്ന ആ വിധത്തിലുള്ള ഇടപാടുകളുണ്ട്. ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഇതുമായി അറിയാവുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരൊക്കെ അതുമായിട്ട് നമ്മളെക്കാൾ ആ വിഷയത്തിലൊക്കെ അഗ്രഗണ്യത നേടിയിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അവരോടൊക്കെ നല്ലോണം അന്വേഷിച്ചിട്ട് ഇത്തരം ഡീലുകളിൽ ഒപ്പിടാവൂ, ഇത്തരം ഇടപാടുകളിൽ പങ്കെടുക്കാവൂ എന്ന് മാത്രമാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ പോസ്റ്റ് ഓഫീസ് കുറി, പെണ്ണുങ്ങൾക്കൊക്കെ പോസ്റ്റ് ഓഫീസ് കുറിയുണ്ട്, കുടുംബശ്രീക്കാർ നടത്തുന്ന കുറികളുണ്ട്, ഒരുപാട് പല തരികിടകളും നമ്മുടെ നാട്ടിലുണ്ട്, ലേലക്കുറികളുണ്ട്, അങ്ങനെയുള്ള പലതും പലിശാധിഷ്ഠിതമായതുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര ഫൈനാൻഷ്യൽ ഇടപാടുകൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. എനിക്കറിയുന്നതും അറിയാത്തതും നിങ്ങൾക്കറിയുന്നതും അറിയാത്തതുമായിട്ട് ഒട്ടേറെ ഇടപാടുകളുണ്ട്. ഏത് ഇടപാടുകൾ നടത്തുമ്പോഴും നന്നായി അത് സംബന്ധമായി ആലോചിച്ച് മാത്രം ഇടപെടുക. കാരണം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചുകൊള്ളുക എന്നാണ് വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.